ഇപ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് ഇന്നും തുടരുന്നത് തന്നെയാണ്. ഇന്നലെ 71,209 പേരാണ് ദർശനത്തിനെത്തിയത്. ഇതിൽ 17,105 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് മല ചവിട്ടിയത്. മഴയൊക്കെ മാറിയതോടുകൂടി ഇന്ന് രാവിലെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വിജിൻ വായന്തോട് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ സ്വാമി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് തിരക്ക്? തിരക്കുണ്ട്. എപ്പോഴത്തെയും പോലെ ഇന്നലെ മിനിഞ്ഞാന്ന് ഏകദേശം 80,000-ഓളം, നമ്മൾ മനൂർന്ന് പോകുമ്പോൾ സൂചിപ്പിച്ചതുപോലെ 80,000-ന് മുകളിൽ പോകും എന്ന് പറഞ്ഞിരുന്നു. ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു. 80,000-ന് മുകളിൽ മിനിഞ്ഞാന്ന് തീർത്ഥാടകർ എത്തിയിരുന്നു. ഇന്നലെ അത് ഞായറാഴ്ച സ്വാഭാവികമായും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ചെറിയ കുറവുണ്ടായിരുന്നു. 71,000-ന് മുകളിൽ ഇന്നലെയും തീർത്ഥാടകർ ഉണ്ടായിരുന്നു. ഇന്നും അതിന് മുകളിലുള്ള ഒരു തീർത്ഥാടകരുടെ വരവ് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ നല്ല തിരക്കാണ്. ഈ ക്യൂ നമുക്ക് കാണാം. നമ്മളിവിടെ മിനിഞ്ഞാന്ന് വന്നപ്പോൾ ഒക്കെ സംസാരിച്ച ഭാഗമാണ്. അന്നതിനേക്കാൾ ഒരുപക്ഷെ തിരക്ക് ഇന്ന് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഏകദേശം രാത്രി 10-10:15 കൂടിയൊക്കെ ആളുകളെ പെട്ടെന്ന് തന്നെ കടത്തിവിട്ട് ഹരിവരാസനത്തിന് മുമ്പ് തന്നെ ഈ തീർത്ഥാടകരെ അവസാന ദർശനവും നടത്തി പിരിഞ്ഞു പോകാനുള്ള ഒരു അത്തരം ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും അങ്ങനെയാണ് കണ്ടത്. ഏകദേശം 10:30 കഴിയുന്നതോടുകൂടി തന്നെ തീർത്ഥാടകർ പൂർണ്ണമായും ദർശനം നടത്തി മാറുന്നു. പിന്നെ നെയ്യഭിഷേകത്തിനൊക്കെയുള്ള തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയത് ഏകദേശം 4,50,000-ന് മുകളിൽ തീർത്ഥാടകരാണ് 29 ദിവസം പിന്നിടുമ്പോൾ അധികമായി, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അധികമായി ശബരിമലയിൽ എത്തിയത്. അതുപോലെ തന്നെ 22 കോടി രൂപയുടെ അധിക വരുമാനവും ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. അതിന് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ശബരിമലയിൽ ഏറ്റവും കൃത്യമായി കഴിഞ്ഞ വർഷങ്ങളിലെ ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൃത്യമായ നിലയിലുള്ള ക്രമീകരണങ്ങളും തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയത് തന്നെയാണ്. ഇത്രയും ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്താനുള്ള സാഹചര്യം ഒരുക്കിയത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയപ്പോൾ അവർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ മണ്ഡലകാലം അവസാനിക്കുന്ന 27-ാം തീയതിയാണ്. അതിനുശേഷം 3 ദിവസം നടയടക്കും, ശബരിമല അടയ്ക്കും. അതിനുശേഷമാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക. അത് ഏകദേശം ജനുവരി 18 വരെ നീണ്ടു നിൽക്കും. ജനുവരി 14-നാണ് മകരവിളക്ക് ദർശനം നടക്കുക. എന്തായാലും അതിന് ആ മകരവിളക്ക് ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു തീർത്ഥാടകൻ ചെറുതായി വെയിൽ നന്നായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇങ്ങനെ നല്ല വെയിലുണ്ട് ഇന്ന്. മഴയൊക്കെ മാറി പൂർണ്ണമായും ആകാശമൊക്കെ നീലാകാശമായി മാറിയിരിക്കുന്നു. നല്ല വെയിലുമുണ്ട്. ഒപ്പം തന്നെ രാവിലെയൊക്കെ നല്ല തണുപ്പും മഞ്ഞുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ തീർത്ഥാടകർക്ക് ഇങ്ങോട്ട് എത്തുവാനും ദർശനം നടത്താനും ഒക്കെ സുഗമമായ ഒരു അന്തരീക്ഷവും നിലനിൽക്കുന്നുണ്ട്. മനു, ഓക്കെ, ശരി വിജിൻ.